ശബരിമലയുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾക്കെല്ലാം തന്ത്രിയുടെ അനുമതി വേണം. അതാണ് ആചാരം. ദ്വാരപാലക ശില്പവും വാതിൽപ്പടിയുമെല്ലാം സ്വർണം പൂശാൻ എടുത്തപ്പോഴെല്ലാം തന്ത്രി അനുമതി നൽകിയിട്ടുണ്ട്. താന്ത്രിക വിധിപ്രകാരം ദൈവഹിതമനുസരിച്ച് അനുമതി നൽകുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് ഇവരുടെ വാദം. പ്രത്യേകം ശ്രദ്ധിക്കണം, ബോർഡ് തീരുമാനത്തിന് അനുമതി തേടുമ്പോൾ ദൈവഹിതം അതിനുണ്ടോ എന്ന് പരിശോധിച്ച് തീരുമാനം പറയുന്നത് തന്ത്രിയാണ്. ശബരിമലയിൽ നടന്ന കൊള്ളയ്ക്ക് എല്ലാ തവണയും ഇങ്ങനെ തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു. ഒന്നുകിൽ ദൈവഹിതം തന്ത്രിമാർ അട്ടിമറിച്ചു, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് സർവ്വ കൊള്ളയ്ക്കും കൂട്ടുനിന്നു. അതിന് ദൈവഹിതം എന്ന ന്യായീകരണം നിരത്തി. ശബരിമല സ്വർണ്ണമോഷണത്തിൽ തന്ത്രിമാർക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നതൊക്കെ പറയാൻ കഴിയില്ല. അതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. അവരറിയാതെ മോഷണം നടന്നതെങ്കിലും ഇതിനെല്ലാം അനുമതി നൽകിയ ഇവർക്ക് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. 1902 തീപിടുത്തത്തിന് ശേഷമുള്ള 1.25 നൂറ്റാണ്ടായി താഴ്മൺ കുടുംബം ശബരിമലയിലെ താന്ത്രിക അവകാശം കൈയാളുകയാണ്. ആ കുടുംബത്തിൽ പിറന്നവരാണ് തന്ത്രിമാരായിട്ടുള്ളത്. ആ കുടുംബത്തിന് അറിയാത്തതായി ശബരിമലയിൽ ഒന്നുമുണ്ടാകില്ല. താഴ്മൺ കുടുംബത്തിൻ്റെ പേരിൽ താന്ത്രികാവകാശം കൈയാളുന്ന കണ്ഠരര് രാജീവരെയും കണ്ഠരര് മോഹനരുടെയും മൊഴി നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരുന്നു. ഇപ്പോൾ മോഹനരുടെ മകൻ മഹേഷ് മോഹനരുടെ മൊഴിയും എടുത്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇടനിലക്കാരനെയും തൊണ്ടി മുതൽ കണ്ടെടുത്ത ബാംഗ്ലൂരുവിലെ ഗോവർദ്ധൻ ജുവലറി ഉടമ ഗോവർദ്ധനെയും ഇടനിലക്കാരൻ കൽപേഷിനെയും ഒക്കെ പരിചയമുണ്ടെന്നും അത് ഭക്തർ എന്ന നിലയിലാണ് ആ പരിചയമെന്നും മഹേഷ് മോഹനർ പറഞ്ഞതായി പുറത്തുവരുന്ന വിവരങ്ങൾ. ആരെയും കുറ്റക്കാരായി മുൻവിധി നടത്താനില്ല, ആരും കുറ്റക്കാരല്ലെന്നും മുൻവിധി നടത്താനില്ല. അന്വേഷണം നടക്കട്ടെ, സത്യം തെളിയട്ടെ. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം.